VPS Lakeshore SKN40 കേരള യാത്ര സമാപനം കോഴിക്കോട് ബീച്ചിൽ ഏപ്രിൽ 20 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. VPS Lakeshore പ്രസൻസ് SKN40 തുടരുകയാണ്. ഇപ്പം നമ്മൾ കല്യാശ്ശേരി നിയോജകമണ്ഡലത്തിൽ ഇതേത് പഞ്ചായത്ത്? ചെറുതാഴം പഞ്ചായത്ത്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടുണ്ട്. എൻപ്രജിൻ MLA ഉണ്ട്. അപ്പോൾ കല്യാശ്ശേരി ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ്. അങ്ങയുടെ പേരെന്താ? എൻ്റെ പേര് ശ്രീധരൻ. സന്തോഷം. നല്ല ചൂടുണ്ടല്ലേ? ഒരു MLA ഇത്രയും പേര് കൊള്ളണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലായി, നിങ്ങൾക്കൊക്കെ പറ്റിയത് കേട്ടോ. ഓക്കെ, വളരെ സന്തോഷം അവൻ ഇവിടെ വരാൻ പറ്റിയതിൽ. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇറങ്ങി തിരിച്ച് യാത്രയെക്കുറിച്ച് MLAക്ക് അറിയാമല്ലോ. അതെ അതെ. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ളൊരു ഒരു കരുതൽ എങ്ങനെയായി കാര്യത്തിൽ? തീർച്ചയായും നമ്മളിപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം വളരെ സജീവമായി തന്നെ നമ്മൾ ഈ നാട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ പോയിന്റിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ലഹരിക്കെതിരായ ഒരു ജനകീയ പോരാട്ടം ഈ നാട് വേറെ തരത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് ഇവിടുത്തെ യുവാക്കൾ, സ്ത്രീകൾ എല്ലാവരും ചേർന്ന് സ്വന്തമായ ഒരു കളിസ്ഥലം നാടിന് ഒരു 1.5 കോടി രൂപയുടെ ഒരു വലിയ പ്രൊജക്റ്റാണ് ഇവരിപ്പോ ജനകീയമായി സമാഹരിച്ചുകൊണ്ട് 1.5 ഏക്കർ സ്ഥലം വാങ്ങിക്കാറ് സ്വന്തമായിട്ട് കളിസ്ഥലത്തിന്. കളിയിടങ്ങൾ ലഹരിയാകാം എന്നുള്ളതാണ്. കളിയാണ് ലഹരി. അതെ, കളിയാണ് ലഹരി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിനെ കുറിച്ച് എന്താ പറയാ? അതായത് മാത്രമല്ല, ഇവിടെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഈ പഞ്ചായത്തിൽ? ഇവിടെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ചെറുപ്പക്കാരിൽ ചിലത്, കുട്ടികളിൽ അങ്ങനെ കാണാൻ വേണ്ടി. പെൺകുട്ടികളിലും വന്ന വഴികളിലൊക്കെ അതാ ഞങ്ങളെ ഇത് 9 വയസ്സ് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ചില കടകളിൽ ഇത് അറിയാതെ വിറ്റഴിക്കുന്ന അടപ്പിക്കാൻ പറ്റില്ലേ പ്രസിഡന്റ്? ആ കടയൊക്കെ അടപ്പിച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ട് ഒരു ദാക്ഷിണ്യം കാണിക്കാതെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും വളരെ സജീവമാണ്. അപ്പൊ തന്നെ അവര് അതിനാവശ്യമായിട്ട് നടപടി സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ജനങ്ങൾക്കിടയിൽ നല്ല ബോധവൽക്കരണ പ്രവർത്തനവും ഇതിന്റെ ഭാഗമായിട്ട് പിന്നെ ക്ലബ്ബുകള്, കലാസമിതികള്, മറ്റ് സന്നദ്ധ സംഘടനകള് എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിപുലമായി ഇതിന് എതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള കല്യാശ്ശേരി ഈ ചെറുതാഴം ഒരു വലിയ പഞ്ചായത്താണോ? ആ, ചെറുതാഴം 17 വാർഡുകളുണ്ട്. 17 വാർഡ്, 38,000-ഓളം വരുന്ന ജനസംഖ്യയുണ്ട്. അപ്പൊ MLAയുടെ ഉത്തരവാദിത്തം കൂടുമല്ലോ. നമ്മളിപ്പോ ലഹരിക്കെതിരായിട്ട് SKN ഇപ്പോ 24 നടത്തുന്ന യാത്ര പോലെ തന്നെ നിരവധിയായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നേരത്തെ നിങ്ങളിപ്പോ 24ഉം SKN ഈ ഒരു ക്യാമ്പയിൻ തന്നെ എടുത്തൊരു ഘട്ടമുണ്ടല്ലോ, നമ്മളെല്ലാം വേദനിപ്പിക്കുന്നതാണ്. ഇപ്പോ നമ്മൾ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിട്ടമോരെല്ലാവരും വന്നു. കാരണം എല്ലാവരുടെയും നമ്മൾക്ക് ഈ യാത്രയിലൂടെ മനസ്സിലായത് നമ്മളെ നടുക്കിക്കളയുന്ന രീതിയിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് ഈ വഴിയാത്രയിൽ നമ്മൾ കിട്ടിയത്. ചിലതൊക്കെ നമ്മൾ മുഖ്യമന്ത്രി സമർപ്പിക്കുന്നുണ്ട് വിശദാംശങ്ങൾ. ഇന്നലെയാണ് ഇത് പ്ലാൻ ചെയ്തത്. ഇത്ര ആളുകൾ ഇത് അമ്മമാർക്കൊക്കെ കണ്ണീര് ഒഴുക്കേണ്ട അവസരം വരും നമ്മളിതിനകത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ. കാരണം കൊച്ചു ചെറിയ കുട്ടികൾ നമുക്കൊന്ന് മൂവ് ചെയ്യാമല്ലേ? പ്രസിഡന്റ് വരും. മക്കളെ അയ്യോ ചക്കരെ ഇതൊരു പൂവ്, ഇവിടെ ഒരു പൂവ്, ഇല്ല പൂവേ എന്താ മോളെ പറഞ്ഞേ? കേട്ടില്ലേ? ചെറുതാഴം. I am happy. റെഡിയല്ലേ? താങ്ക് യു മോളെ. ഉണ്ടല്ലോ. ഓക്കെ, ആശ്മിക്കോട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ അമ്മമാര് കുറിച്ചുണ്ട്. അപ്പൊ MLA നമ്മുടെ അമ്മമാരെ കുറിച്ച് കാണാന്ന് വിചാരിച്ചേ. മക്കളെ എങ്ങനെ അടിച്ചു താർക്കടാ ഇനി താമസിക്കുന്നില്ല. ഓക്കെ, അപ്പോ ഈ അമ്മയ്ക്ക് ഇരിക്കട്ടെ ഇതല്ലേ വാർഡ് മെമ്പറാണോ? അപ്പൊ കറക്റ്റ് ആളല്ലേ കൊടുത്തേ? അപ്പൊ ചെറുതാഴം വാർഡ് ആണോ അല്ലേ? 14. അപ്പൊ എന്റെ പടം അങ്ങോട്ട് മാറ്റി നിർത്തി എന്തൊക്കെയാ വെച്ചേക്കുന്നത്? എല്ലാം ഉണ്ടല്ലോ. ചെറുതാഴം കീ. ഓ, ഈ അമ്മമാർക്ക് എന്തൊരു ഊർജ്ജം. ചെവി പൊട്ടിപ്പോയി. ഈ അമ്മയുടെ ഫാന്. ഒരു ഫാനെ പരിചയപ്പെടുത്താം. അമ്മയുടെ പേരെന്താ? ദേവകി. അമ്മയെ പരിചയപ്പെടുത്താം. ആഷ്മി കട്ട ഫാനാന്നാ പറഞ്ഞത്. കട്ട ഫാൻ ആണോ? അമ്മ അങ്ങ് നാണിച്ചു പോയി കേട്ടോ. ഇത് നമ്മൾ ഇത് രഹസ്യമൊക്കെ വെച്ചത് നാട്ടുകാരെല്ലാം അറിഞ്ഞു. ഞാൻ സങ്കടം വന്നതല്ല. അമ്മച്ചിക്ക് ഇത് രാവിലെ എത്ര മണിക്ക് എണീക്കും? സത്യം പറയാമോ? 6 മണിക്ക് എണീക്കും. ഓക്കെ, വരും.
അപ്പൊ നമ്മൾ ചെറുതാഴത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതല്ല ചെറുതാഴം സൂപ്പറായിട്ടോ മെമ്പറെ, അത് ഭയങ്കര ചെറുതല്ല ചെറുതാഴം. അപ്പോ മെമ്പറുടെ പേരെന്താ? അപ്പൊ മെമ്പറുണ്ട്, ഇവിടെ നിൽക്കുന്ന പഞ്ചായത്ത് മെമ്പറാണ്, ഇവിടുത്തെ പഞ്ചായത്ത് ചെറുതാഴം പഞ്ചായത്ത്. ഇത് കല്യാശ്ശേരി മണ്ഡലമാണ്. നമ്മൾ വലിയൊരു ക്യാമ്പയിനിലാണ്. പറഞ്ഞു കഴിഞ്ഞാല് ഇത് വളരെ അപകടകരമാണ്. കേരളത്തിലുടനീളം നമ്മൾ യാത്ര ചെയ്തപ്പോൾ വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. നമ്മളിനി വലിയൊരു തിരിച്ചു പിടിക്കൽ നടത്തിയേ പറ്റും. ആ രീതിയിൽ കാര്യങ്ങൾ ഒരാൾ പിടിക്കും, നമ്മൾ തിരിച്ചു പിടിക്കും. മാത്രമല്ല ഈ വിൽപ്പന നടത്തുന്നവന്മാരോടൊക്കെ നമ്മളിപ്പോ പറയുന്നത് സ്ഥലം വിട്ടോളണം. അത്ര വലിയൊരു ജനശക്തി ഉണ്ടാവുകയാണ്. അതെ അതെ അതെ, എല്ലാവരും ഒറ്റക്കെട്ടാ. ഓക്കെ, അത്യാവശ്യം നല്ല നിലയിലായി അല്ലേ? എന്താ പേര്? ഓക്കെ, കുഴപ്പമില്ല. അച്ഛൻ വെച്ചാലും അവിടെ കിടന്നാ പോരെ. ഓക്കെ അല്ലേ അല്ലേ മോളെ? മോളെന്താ ഇന്ന്? കൈ കഴിക്കുന്നോ? എവിടാ പഠിക്കുന്നേ? മാടായി കോളേജ്. ഏതാ മെയിൻ എടുത്തിരിക്കുന്നത്? എംകോം. ഓ, എംകോമിന് ഭയങ്കര മാർക്കറ്റുള്ള കാലം. ആശ്വി മാർക്കറ്റുള്ള കാലമാണ്. മോളൊരു നല്ല നിലയിലെത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. മോളുടെ പേരൂടെ പറഞ്ഞുതരും, ലോകം മുഴുവൻ കേട്ടു. ദിവ്യ എംകോം പഠിച്ചു കഴിഞ്ഞു മാടായി കോളേജ്. മാടായി ഗവൺമെന്റ് കോളേജ് അല്ലേ? ഗവൺമെന്റ് കോളേജ് മാടായി എംകോം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ എയ്ഡഡ് കോളേജ് അല്ലേ? ആ ചേട്ടന്മാരെ സുഖമല്ലേ? ഓക്കെ, എല്ലാവർക്കും സുഖം. നമ്മുടെ MLA ഒക്കെ കൂടെ ഉണ്ട്, പിൻബലത്തിന് ഇവിടെ ഉണ്ട്. MLA സ്ഥലം വിട്ടോ? ഉണ്ട്, MLA ഉണ്ട്. ഈ വ്യാപകമായി വിൽക്കപ്പെടുന്നു, ആളെ ഉപയോഗിക്കുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നടന്നൊരു കേരള യാത്രയാണ്. കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ ചെറുതാഴം. ചെറുതല്ല ചെറുതാഴം, വളരെ ഇഷ്ടപ്പെട്ടു. ചെറുതല്ല ചെറുതാഴം എന്റെ നെഞ്ചിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഈ കട്ട് ചെയ്യാൻ പോകും. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട MLA N. വിജിൻ അദ്ദേഹം ചേർന്നൊരു കട്ടി ഒന്നിച്ച് കട്ട് ചെയ്യാൻ പോകും. അപ്പൊ ഒരു കൈ പോരെ നമുക്ക്. അപ്പൊ ചെറുതല്ല ചെറുതാഴം നമ്മൾ തെളിയിച്ചു. ഓക്കെ, പഞ്ചായത്ത് റെഡി. പ്രമേഹത്തിന്റെ അസുഖമുണ്ട്. ഓക്കെ, ചുമ്മാ പറഞ്ഞ കേട്ടോ. ഐ എം വെരി സ്ട്രോങ്. ഓക്കെ, ഇവിടെ ഒരു നാട് ഒരു കളിസ്ഥലം, കാരണം കുട്ടികളൊന്നും കളിസ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഇത്തരം മയക്കുമരുന്നിന്റെ ഒക്കെ വഴിയെ പോകുന്നു എന്ന വലിയ ആശങ്കയിൽ ഈ നാട് ചേർന്ന് നിൽക്കുക. 1.5 ഏക്കർ സ്ഥലമാണ് ഇവിടെ സ്വന്തമായി നാട്ടുകാര് പിരിവ് നടത്തി 1.5 കോടി രൂപ വേണം. ആ 1.5 കോടി രൂപ ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് ആ ഡ്രീം പ്രോജക്റ്റ്. ഈ നാടിന്റെ ഫുട്ബോൾ ടർഫുണ്ട്, വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള പാർക്കുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഒരുക്കി, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് ഈ നാട് ഏറ്റെടുക്കുന്നത്. അതില് ചെറുതാഴത്ത് മാത്രല്ല എല്ലാവർക്കും സഹായിക്കാന്നുള്ളതാണ് നമ്മളൊരു അഭ്യർത്ഥന നാടിനോട് ഈ കളിക്കളത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ, ലഹരിക്കെതിരായ പോരാട്ടത്തിൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും ജോലിക്കിടയിൽ ഇവിടെ തടിച്ചുകൂടുന്നതിൽ സന്തോഷമുണ്ട്. രണ്ടു വാക്ക് സംസാരിച്ചല്ലോ ആഷ്മി 2 വാക്ക് സംസാരിക്കും. അപ്പൊ ആഷ്മി താജ് ഇബ്രാഹിം, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേതാവ് വന്നിട്ടുണ്ട്. ഈ സ്നേഹത്തിന് ഈ വലിയ ആവേശത്തിന് നന്ദി പറയുകയാണ്. അങ്ങനെ വെറുതെ നന്ദി പറഞ്ഞു പോകേണ്ടതല്ല. നമ്മൾ കഴിഞ്ഞ 14-ാം തീയതി തിരുവനന്തപുരത്ത് നിന്ന് ഒരു യാത്ര ഇറങ്ങിയതാണ്. അപ്പോൾ ആ 14-ാം തീയതി നമ്മളോട് യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ ഏതെങ്കിലും മഹാനടന്മാരോ ഏതെങ്കിലും നേതാക്കളോ ഉദ്ഘാടനം ചെയ്ത് 100 അമ്മമാരാണ്. അമ്മമാരെന്ന് പറഞ്ഞാൽ മനസ്സിൽ ആഴത്തിൽ വേദന, ഈ പറയുന്ന ലഹരിയുടെയും ഈ പറയുന്ന മോശ പ്രവണതകളുടെയും ഒക്കെ വലിയ മുറിവുകൾ, വലിയ ഒടുക്കൾ ഹൃദയത്തിൽ പകർന്ന 100 അമ്മമാരാണ് നമ്മളെ ഈ യാത്രയ്ക്ക് ദീപശിഖം കൂട്ടി നമ്മളെ അതിന്റെ പതാകവാഹകരാക്കി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിട്ടത്. അങ്ങനെ നമ്മൾ 13ാമത്തെ ജില്ലയിൽ 8 ജില്ല മാത്രമേ ബാക്കിയുള്ളൂ. കാസർഗോഡാണ് അത് ബാക്കിയുള്ളത്. അതിനുശേഷം കോഴിക്കോട്, കടപ്പുറത്ത് 20-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഒരു മഹാസമ്മേളനം നമ്മൾ വിളിക്കുന്നു. എന്തായാലും ഈ യാത്രയിൽ കണ്ട കാര്യം നമ്മൾ വാർത്താമുറിയിൽ നിന്ന് കണ്ടതോ കേട്ടതോ ആയ കാര്യങ്ങളൊന്നുമല്ല. അതിനേക്കാൾ കൂടുതൽ പതിപ്പെടുന്ന ഗ്രാവിറ്റിയിൽ ഈ പ്രശ്നം അവിടെയുണ്ട്, താഴത്തട്ടിലുണ്ട്. ചെറിയ കുട്ടികൾക്കിടയിൽ വരെ ഈ ലഹരി വ്യാപനം വളരെ വ്യാപകമാണ് തിരിച്ചറിയാൻ കഴിഞ്ഞു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി NDMA അഡിക്റ്റായ കാര്യം ആലത്തൂരെ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറയുന്ന സാഹചര്യം ഉണ്ടായി. കുറെ അധികം കാഴ്ചകൾക്കാണ്. നമ്മൾക്കൊപ്പം ഒരു ഗവേഷക സംഘം ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ആ ഗവേഷക സംഘം സഞ്ചരിക്കുന്നത് നമ്മൾ ഈ ഗ്രൗണ്ടിൽ കാണുന്ന കാര്യങ്ങൾ റിപ്പോർട്ടായി ക്രോഡീകരിച്ച് ഒരു എന്താണ് നമ്മൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ, സർക്കാരിന് മുന്നിൽ സമർപ്പിക്കാനുള്ള റിപ്പോർട്ടിന് തയ്യാറാക്കാനാണ് ഗവേഷക സംഘം സഞ്ചരിക്കുന്നത്. അപ്പൊ അവർക്ക് മുന്നിൽ അവർ ഗവേഷക സംഘമാണെന്നും 24 ആണെന്നും പറഞ്ഞുകൊണ്ടും അല്ലാതെയും ഒക്കെ ആളുകൾക്കിടയിൽ, കുട്ടികൾക്കിടയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ ആളുകൾ വന്ന് സംസാരിക്കുന്നത്
ചില ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പോയപ്പോഴേക്കും അവർക്ക് അവിടെ ഗുണമേന്മ ഉള്ള MDMA കിട്ടുന്നില്ല എന്നുള്ളത് പരാതി. എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ കരിഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ മണമുള്ള MDMA കിട്ടുന്നു, അല്ലെങ്കിൽ അജിനാമോട്ടോ പിടിച്ചിട്ടോ മായം കലർന്ന MDMA കിട്ടുന്നു എന്നൊക്കെയാ പരാതി പറയുന്ന ചില ആൾക്കാരെ കണ്ടു. അപ്പൊ അത്രത്തോളം കുറച്ച് ഭീകരമായ സാഹചര്യം നമ്മൾ കണ്ടു. ഈ മെനിഞ്ഞാന്ന് ഒരാൾ വന്ന് പറഞ്ഞത് അത് പയ്യനാണ്, നല്ല വിദ്യാഭ്യാസമുള്ള പയ്യനാണ്. ആ പയ്യൻ പറയുന്നത് അവനെ രാവണൻ കൊല്ലാൻ വരുന്നു. അവന് പ്രശ്നം രാവണൻ കൊല്ലാൻ വരുന്നു, ബ്രഹ്മാവ് അതിന്റെ അവനെതിരെ എന്തോ നീക്കം നടത്തുന്നു. നല്ല പയ്യനാണ്, രാസലഹരിക്ക് അടിപ്പെട്ട സൈക്കോസിന്റെ ഏതോ മാരക രൂപത്തിൽ കടന്നു പോകുന്ന അങ്ങനെ കുറെ മനുഷ്യന്മാരെയൊക്കെ കാണുന്ന ദിവസങ്ങളാണ്. അപ്പൊ നമ്മൾ ഉറപ്പായും ഇക്കാലം നമ്മൾ ഇനി ഒന്നും നോക്കാനില്ല. ഇനി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ തരത്തിലുള്ള ഭേദചിന്തകൾക്ക് അതീതമായി ഈ മാഫിയെ, ഈ ലഹരി മാഫിയെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഒന്നാമത്തെ പ്രയോറിറ്റി. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറഞ്ഞ എല്ലാ ജില്ലകളും പൂർത്തിയാക്കി നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് വൈകിട്ട് 4-ാം തീയതി നമ്മൾ സംഗമിക്കും. അവിടെ കടൽ ആഞ്ഞടിക്കുന്ന കടലിന് സമാന്തരമായി നമ്മളൊരു മനുഷ്യ മഹാസാഗരം തീർക്കും. ആ മനുഷ്യ മഹാസാഗരം അതുകൊണ്ട് MDMAക്ക് അറുതിയാകുമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന സാമ്രാജ്യങ്ങളെ വിറപ്പിക്കാൻ ലോകത്തിന്റെ ഏതോ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ യുവാക്കളെ, നമ്മുടെ തലമുറയെ, നമ്മുടെ കുട്ടികളെയൊക്കെ തിന്ന് ചീർത്തു കൊഴുക്കുന്ന ആ സാമ്രാജ്യങ്ങൾ ഉറപ്പിക്കാൻ ആ മനുഷ്യ മഹാസാഗരത്തിന് കഴിയും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് എല്ലാവരെയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ MLA 2 വാക്ക് പറയും. ആദ്യമായി നമ്മുടെ നാട്ടിലേക്ക് മാധ്യമ രംഗത്ത് 40 വർഷങ്ങൾ പൂർത്തീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിനും 5 വർഷം മുന്നേ മാധ്യമപ്രവർത്തനം ആരംഭിച്ചു. അപ്പോ 40 വർഷത്തെ മാധ്യമപ്രവർത്തന രംഗത്ത് വളരെ സജീവമായി കേരളത്തിന് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യകതയില്ലാത്ത മുഖമാണ് SKM. MLA ഒരു സ്വകാര്യം പറയട്ടെ. 35 വയസ്സുകാരനല്ലേ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ടെലിവിഷനിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ ചെയ്ത നമ്മൾ തമ്മിലായിരുന്നു. അപ്പൊ ആ ഏജ് ഒന്ന് കണക്കൂട്ടിക്കൊള്ളാൻ പറഞ്ഞതാ. എന്നാൽ അദ്ദേഹത്തെ ആദ്യമായി അദ്ദേഹത്തിന്റെ 24 സംഘത്തെ ആദ്യമായി ഈ നാട്ടിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനത്തിന്റെ 40 വർഷങ്ങൾ ആഘോഷിക്കുന്നത് ഒരു പോരാട്ടം കൂടിയായിട്ടാണ്. അത് ഈ നാടിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ലഹരിക്കെതിരായി, അക്രമത്തിനെതിരായിട്ടുള്ള ഒരു വലിയ മെസ്സേജ് കേരളത്തിലെ 14 ജില്ലകളിലൂടെയും അദ്ദേഹം യാത്ര നടത്തുകയാണ്. കേരളത്തിന്റെ മനസ്സറിയാൻ തീർച്ചയായും മാധ്യമ പ്രവർത്തക സംഘം SKM-ഉം ശ്രീ ഹാഷ്മിയും അവരൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആ പോരാട്ടത്തിൽ നമ്മളെല്ലാവരും തീർച്ചയായും നേരത്തെ ശ്രീ ഹാഷ്മി പറഞ്ഞതുപോലെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും മാധ്യമ പ്രവർത്തകരും, രാഷ്ട്രീയ പ്രവർത്തകരും, ജനപ്രതിനിധികളും എല്ലാവരും ഈ നാട് ഒറ്റക്കെട്ടായി ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് പോരാടിക്കേണ്ട ഒന്നാണ് ലഹരി. ആ ലഹരിക്കെതിരായ പോരാട്ടത്തിന് 24-ഉം SKM നടത്തുന്ന പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും ഈ കല്യാശ്ശേരിയും അതോടൊപ്പം തന്നെ ഈ ചെറുതാഴവും ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. അത് തീർച്ചയായും മൈക്കിലൂടെ കൂടി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ യാത്രയ്ക്ക് നടത്തുന്നു. ഇതൊരു വലിയ മെസ്സേജായി സമൂഹം ഏറ്റെടുത്തു. ഇവിടെ തന്നെ ഞാൻ എന്താ പറഞ്ഞു, ഇന്നലെ വൈകുന്നേരമാണ് നമ്മൾ അറിഞ്ഞത്. ഇന്ന് സാധാരണ തൊഴിലാളികളായതുകൊണ്ട് ഇന്ന് പൊതുവിൽ അവധിയാണെങ്കിലും തൊഴിലാളികളൊക്കെ പണിക്ക് പോയി. അല്ലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആളുകൾ വലിയ പങ്കാളിത്തം ഉണ്ടാകുന്ന ഒരു കേന്ദ്രമാണ്. എന്തായാലും നമുക്ക് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കാൻ പറ്റി. ഈ യാത്രയ്ക്ക് എല്ലാ ആശംസകളും സന്തോഷവും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട SKM-ന് അദ്ദേഹത്തിന്റെ 40 വർഷത്തെ മാധ്യമ ജീവിതത്തിന് എല്ലാ ആശംസകളും. ഇനിയും ഒരു 40 വർഷത്തിലധികം അദ്ദേഹം നമ്മോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടാകട്ടെ എന്ന് സന്തോഷത്തോടെ ആശംസിക്കുന്നു. കുറച്ച് ആക്രാന്തമായി പോയത്. ഓക്കെ, അപ്പൊ നമ്മുടെ താങ്ക് യു. അപ്പൊ നമ്മള് ഇത്തിരി ഒരു ലോക്കൽ സപ്പോർട്ട് വേണ്ടി ഇത്തിരി തെന്നെടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരാളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പ്രജൻസി കണ്ണൻ 24-ന് കണ്ണൂർ എന്നുള്ള സംഭാവനയാണ്. SKM ഇത് നാട്ടിലേക്ക് വന്ന ഒരു ഭയങ്കരമായ ഒരു ഫീലാണ്. കാരണം ഞാൻ പയ്യന്നൂരുകാരനാണ്. എനിക്ക് ഒരുപാട് നല്ല പരിചയമുള്ള മുഖങ്ങൾ ഇവിടെ കാണാം. നമ്മുടെ പഴയ സഹപ്രവർത്തകരൊക്കെ ഉണ്ട്. ഞാനിവിടെ പ്രാദേശിക ചാനൽ പയ്യന്നൂർ നെറ്റ്വർക്കിൽ വാർത്ത വായിച്ചു തുടങ്ങിയതാണ്. എന്റെ മാധ്യമ പ്രവർത്തനം എന്ന് പറയാം. ആകാശവാണിക്ക് മുമ്പ് അതറിയാം, ഇവരൊക്കെ അറിയാം. വിദ്യാർത്ഥി അതുപോലെ തന്നെ ജനസംഘടന അതിലൊക്കെ സമയത്ത് തന്നെ നമുക്ക് വിജയനൊക്കെ അറിയാം. അവർ കുറെ മെമ്പറെ കണ്ടിട്ടുണ്ട്. അറിയാം, ചേട്ടനൊക്കെ അറിയാം. അവർക്ക് ഒരുപാട് പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിൽക്കാൻ.
അപ്പോൾ ഈ യാത്രയുടെ ഉദ്യമത്തിന്റെ എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്നൊക്കെ ഓൾറെഡി ഹാഷ്മി പറഞ്ഞിട്ടുണ്ട്, SK അത് സൂചിപ്പിച്ചു. നമ്മൾ ഈ യാത്ര തുടങ്ങിയത്, ഇതിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു നടന്നത്. അന്ന് ദീപം തെളിയിച്ചത് അമ്മമാരാണ്. 50ഓളം അമ്മമാരെ ചേർന്നിട്ടാണ് ഈ ഇതിന്റെ 100 അമ്മമാരെ ചേർന്നിട്ടാണ് നമ്മൾ ഈ യാത്ര തുടങ്ങിയത്. അതിന് എന്താണ് അങ്ങനെ ചെയ്യാൻ ഒരു കാരണം? അതിനൊരു കാരണമുണ്ട്. കാരണം അമ്മമാരാണ് ഈ ലഹരി എന്ന വിപത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. അമ്മയെ വെട്ടിക്കൊന്ന മക്കളുടെ കഥ, അല്ലെങ്കിൽ അച്ഛനെ വെട്ടിക്കൊല്ലുന്ന മക്കളുള്ള നാട്, അങ്ങനെയൊക്കെ രീതിയിൽ നമ്മുടെ കേരളം മാറിപ്പോകുന്നുണ്ട് എന്നൊരു സംശയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അമ്മയെ അമ്മയായി കാണാതെ ഒരു സ്ത്രീയായിട്ട് മാത്രം കാണാൻ തോന്നുന്ന രീതിയിൽ ഒരു മകനെ മാറ്റുന്ന ഒരു വലിയ വിപത്താണ് ഈ ലഹരി, രാസലഹരി എന്ന് പറയുന്നത്. അതുകൊണ്ട് അമ്മമാർ രംഗത്തേക്ക് വരണം. അമ്മമാർ ചൂലെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവാണ് അങ്ങനെ ആ യാത്ര ആ രീതിയിൽ തുടങ്ങാൻ കാരണം. അപ്പോൾ അമ്മമാരുടെ പ്രത്യേകമായി ആഹ്വാനം ചെയ്യുന്നു, നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങാം നമുക്ക് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം. അതിനായി ഓരോ അമ്മമാരും വരണം, അതിന് അച്ഛന്മാര് പിന്തുണ നൽകണം, നാട്ടുകാർ വേണം, സുഹൃത്തുക്കൾ വേണം. കാരണം യുവാക്കളെയല്ല ലഹരി മാഫിയ സംഘം ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവർ ലക്ഷ്യമിടുന്നത് കുഞ്ഞുങ്ങളെയാണ്. എളുപ്പത്തിൽ വീഴ്ത്താം എന്ന രീതിയിലാണ് കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലഹരി മാഫിയ സംഘങ്ങൾ അവരുടെ പിടി ഇങ്ങനെ മുറുക്കുന്നത്. ആ കണ്ണി നമുക്ക് പൊട്ടിക്കണം. അതിനായി ഒത്തൊരുമിച്ച് നമ്മൾ എല്ലാവരും മുന്നോട്ട് വരണം. വിദ്യാർത്ഥികളായി നമ്മുടെ കുട്ടികൾ പഠിക്കാനായാണ് സ്കൂളിൽ പോകുന്നത്. അപ്പൊ അവരെ വീഴ്ത്താൻ പോകുന്ന കഴുകന്മാരുടെ കണ്ണുകൾ നമ്മൾ തിരിച്ചറിയണം. അതിനെ എതിരെ ശക്തമായി പോരാടുകയും വേണം. നല്ല ആശയ വിനിമയം മക്കളുമായി വീട്ടകങ്ങളിൽ ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. കുട്ടികൾക്ക് വന്ന് പറയാൻ പറ്റണം, ദേ അമ്മ അല്ലെങ്കിൽ അച്ഛ ഇന്ന് പോലെ ഒരാൾ എനിക്കൊരു മിഠായി തന്നു, അത് പ്രശ്നമാണെന്ന് തോന്നുന്നു. അങ്ങനെ പറയാനുള്ളൊരു ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെല്ലാം ആ ഒരു അഭിപ്രായം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ യാത്ര നാളെ കാസർഗോഡ് ജില്ല പൂർത്തീകരിക്കുമ്പോൾ 14 ജില്ലയും കവർ ചെയ്യുന്നു. അപ്പോൾ വലിയ മെഗാ സമാപന സമ്മേളനം മറ്റന്നാൾ 20-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്താണ്. അത് 1,00,000-ലധികം ആൾക്കാരെ പങ്കെടുപ്പിച്ച് ഒരു വലിയ മഹാസമ്മേളനമായി നമ്മൾ നടത്തുകയാണ്. വലിയ പ്രഖ്യാപനങ്ങളോടെ ഉണ്ടാകും. നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നു. നിങ്ങൾ കൂടി വേണം, നിങ്ങൾ കൂടി നിങ്ങളുടെ സാക്ഷ്യത്തിലായിരിക്കണം അങ്ങനെ ആ ഒരു സമാപനം ഉണ്ടാവേണ്ടത്. ആ സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ പ്രതിജ്ഞയും ഒക്കെ എടുക്കാനുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഔപചാരികമായി അതിലേക്ക് SK ക്ഷണിക്കും നിങ്ങളെ. ഞാൻ ഈ ഒരാളെ കൊണ്ടുവന്നൊരു കാര്യമുണ്ട്. നമ്മുടെ 24-ലെയും ഫ്ലവേഴ്സിലെയും ആസ്ഥാന ഗായകൻ കൂടിയാണ് പ്രജിൻ കണ്ണൻ. അപ്പൊ ഒരു 2 വരി പാട്ട് പ്രജിൻ നിങ്ങൾക്ക് വേണ്ടി പാടും. അത് കഴിഞ്ഞാൽ എനിക്കൊരു ഊർജം കിട്ടും. ഇവര് ഒരു പാട്ട് ഒരുപാട് സഹിച്ചതാണ്. അത് നിങ്ങൾക്ക് ശീലമായില്ലേ? അത് സഹിച്ചത് ശീലമായി. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട് വേണം. കണ്ണീർ പൂവിന്റെ കവളത്തലോടി ഈണം മുഴങ്ങും പടം പാട്ടിനുങ്ങി മറാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പേന്തി മറഞ്ഞു എന്റെ പുള്ളൂർക്കുടം പോലെ തേങ്ങി. കണ്ണീപ്പൂവിന്റെ കവിളത്തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിനുങ്ങി മറാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പേന്തി മറഞ്ഞു എന്റെ പുള്ളൂർക്കുടം പോലെ തേങ്ങി. നമ്മുടെ ചെറുതാലും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പാടൂ. പാടില്ല. MLA പാടൂ. പാടുന്നതായിട്ട് ഞാൻ എവിടെയോ ഒരു വിഷ്വലി കണ്ടതുപോലെ ഒരു ഓർമ്മ ഇങ്ങനെ കിടക്കുന്നു. പാട്ട് ആസ്വദിക്കും. എല്ലാ കാലത്തേക്കുള്ള ട്രോള്. അപ്പൊ നമ്മുടെ ഈ ചെറുതാഴത്തിന്റെ പവിത്രമായ മണ്ണിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ 24 ചാനലിന്റെ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെ നമ്മുടെ നാട്ടിൽ ചിരുകണ്ഠെന്ന് പറയും. ശ്രീകണ്ഠൻ നായർ ചിരുകണ്ഠൻ. അപ്പൊ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം മാതാവിനെ കുത്തിക്കൊല്ലാനുള്ള പ്രേരണയിലേക്ക് ഒരു ചെറുപ്പക്കാരന്റെ മാനസിക തലം എത്തിക്കുന്ന ഏറ്റവും മാരകമായിട്ടുള്ളൊരു വിപത്താണ് ലഹരി എന്ന് നമുക്കറിയാം. നമ്മുടെയൊക്കെ മനസ്സിൽ ചില ആളുകൾ ചിലപ്പോ രാത്രികാലങ്ങളിൽ ഇപ്പൊ രാവിലെയൊക്കെ പോകുന്ന ചില ബൈക്ക് അപകടങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വീടുകളിൽ വിളിച്ചു ചോദിച്ചാൽ സാധാരണ പറയാ മകൻ മേലെ കിടന്നുറങ്ങുന്നുണ്ടെന്നാണ്. പക്ഷെ അവിടെ ഇല്ല, രാത്രി ഇളകയാണ്
ഇതിന്റെ കാരിയർമാരായും വിൽപ്പനക്കാരായും ഉപയോഗിക്കുന്നവരായും നമ്മുടെ നാടിൽ മാറുന്ന ഏറ്റവും ഭീകരവും ദയനീയവും വേദനാജനകവുമായിട്ടുള്ള ചിത്രം നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു ജൈത്രയാത്രയാണ് ഇവിടെ ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ മാധ്യമ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമായി ഇത് മാറും. അദ്ദേഹത്തിനും ഈ ചാനലിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ ജനാവലിക്ക് വേണ്ടി അവർക്ക് പ്രത്യേകം നന്ദിയും അതുപോലെ തന്നെ കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. ഇനി നമ്മുടെ ചെറുതാഴം വാർഡിലെ മെമ്പർ നമ്മുടെ രാധേച്ചി സംസാരിക്കും. ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായർ, നമ്മുടെ 40 വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിന് ഒരു വലിയ എന്താ പറയേണ്ട നമ്മുടെ ജനങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീകണ്ഠൻ നായർ. അവരുടെ യാത്ര നമുക്ക് നമ്മുടെ നാടിന് കേരളത്തെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും, അതുപോലെ തന്നെ ചെറുതാഴവും ഇങ്ങനെ ഒരു വലിയ സംരംഭത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ളത്. ലഹരിയെയും അക്രമത്തെയും തടുക്കാമെന്ന നിർദ്ദേശത്തോടു കൂടി നമ്മളൊരു കളിസ്ഥലം കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്ക് കൂടി മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും ഒരു കളിസ്ഥലം ഏറ്റെടുക്കേണ്ട ധൃതിയിലാണ് ഞങ്ങൾ. ആ സാറിന്റെ കേരള യാത്ര പോലെ തന്നെ ഇതും ഒരു വിജയകരമാക്കി തീർക്കണമെന്നാണ് സാറിനോട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മുടെ സെൻട്രൽ സ്പോർട്സ് സിറ്റിയുടെ പ്രോഗ്രാം കൺവീനർ ഉണ്ട്, പരിപാടിയുടെ സംഘാടകനാണ്. അതായത് നമ്മൾ SKN ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഒരു 1.5 വർഷക്കാലം കൊണ്ട് കുട്ടികളെ മാത്രമല്ല ആബാലമിത്രം ജനങ്ങളെ ഉപയോഗപ്പെടുത്തി മാത്രമേ നമുക്ക് ലഹരിക്കെതിരെ പോരാടാൻ പറ്റൂ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 1.5 വർഷം കൊണ്ട് ജനകീയ പദ്ധതിയിലൂടെ വിവിധ പദ്ധതികളിലൂടെ 1.5 കോടി രൂപ സമാഹരിച്ചൊരു സ്ഥലമെടുക്കുകയും നമ്മുടെ MLA ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് SKNന്റെ ഏറ്റവും നല്ല പിന്തുണ ഞങ്ങൾ ഈ സമയത്ത് ഈ നാടിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഞങ്ങളുടെ പ്രൊജക്റ്റാണ്. ഇവിടെ എത്തിച്ചേർന്ന SKNനും സംഘത്തിനും 24നും എല്ലാവർക്കും ഞങ്ങളുടെ സെൻട്രൽ സ്പോർട്സ് സിറ്റി ചെറുതാഴത്തിന്റെ എല്ലാവിധ സ്നേഹവും നന്ദിയും ഈ വേളയിൽ അറിയിക്കുകയാണ്. ഉള്ളി അറിയിച്ച സ്ഥിതിക്ക് ഞാനും ഒന്ന് അറിയിക്കണ്ട്. പരസ്യ ചാർജ് ഇല്ലാതെ ഇത് നമ്മൾ പരസ്യമായി പരസ്യപ്പെടുത്തും ഈ സാധനം കേട്ടോ. അപ്പൊ ഇത് ആൾക്കാരിലെത്തും. 1.5 കോടി രൂപ അല്ലേ അമ്മക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ ഒരു നമുക്ക് നമ്മുടെ ഒപ്പം നമ്മുടെ നാട്ടുകാരനാണ്, അപ്പം അറിയപ്പെടുന്ന ശില്പിയും ആർട്ടിസ്റ്റും ഒക്കെയാണ് KKR വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു ചരിത്ര സംഭവമായിട്ട് ഒരു മാധ്യമ പ്രവർത്തകർക്ക് ഒരു കേരളത്തിലെ മനസ്സിനെ ഇളക്കി മറിക്കാൻ പറ്റും വലിയൊരു അവിശ്വസനീയമായ ഒരു പ്രവർത്തനമായത്. കാരണം അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാർ എല്ലാ ദിവസവും കാണുന്നത്. സർ, എക്കാലത്തെ ഒരു മാതൃക, അതിൽ വളരെ നന്ദി. മറ്റൊന്ന്, നമ്മുടെ ഈ മറ്റു ഗ്രാമങ്ങളെക്കാൾ ഉപരിയായിട്ട് ചെറുപ്പക്കാരുടെ സാന്നിധ്യം നമുക്കറിയാം. കവി പാടിയതുപോലെ മംഗലപ്പുരയിലോ മരിച്ചവരയിലോ ചെറുപ്പക്കാരുണ്ടാവാറില്ല അവർ, പക്ഷെ ഇവിടുത്തെ ഉണ്ട്. അപ്പൊ എപ്പോഴും ചെറുപ്പത്തിന്റെ ഊർജ്ജം നശിക്കാത്തൊരു ഗ്രാമമാണിത്. നമ്മുടെ കലാമണ്ഡലം കൃഷ്ണനായർക്ക് ഇവിടെയാണ് ജനിച്ചത്. അതുപോലെ തന്നെ ഈ തമിഴ് സിനിമക്കും ഒക്കെ കളരിപ്പയറ്റ് പഠിപ്പിച്ച ചന്ദ്രൻ കുരുക്കടി, MGR ഇവരൊക്കെ MN പേരൊക്കെ ഇവിടെയായിരുന്നു. അയാൾ മരിച്ചതിനടുത്ത് മരിച്ചു. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയെ കളരി പഠിപ്പിച്ച കാരന്താക്കുരു എടുത്ത ഈ നാട്ടുകാരാണ്. ഒരു വലിയ പാരമ്പര്യത്തിന്റെ മണ്ണായത്. എന്തായാലും ഇവിടെ വലിയൊരു സ്പോർട്സ് സിറ്റി, ഒരുപക്ഷെ കേരളത്തിലെ ഗ്രാമത്തിൽ ഒരു ക്ലബ്ബ്, ഒരു ഗ്രാമം ഏറ്റെടുത്തിട്ട് ലഹരിക്കെതിരായിട്ട് തന്നെ ഇത്. കാരണം എല്ലാ കുട്ടികളെയും കളിക്കളത്തിൽ എത്തിക്കുക. ഏതായാലും 1.5 കോടി രൂപയാണ് ഇതിന് കാണുന്നത്. 3 കോടിയോളം ചെലവഴിച്ചാൽ ഇത് പൂർത്തിയാവുള്ളൂ. എന്തായാലും മാധ്യമത്തിന്റെയും അതുപോലെ നാട്ടുകാരുടെയും ഒക്കെ സഹകരണം നമുക്ക് വേണം. കാരണം ലഹരി എന്ന് പറയുന്നത് കളിയാവട്ടെ, അത് കായിക മേളയാവട്ടെ. നന്ദി സർ. പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ കുറച്ച് വാക്കുകൾ പറഞ്ഞു. എനിക്കറിയാം നിങ്ങൾ വല്ലാത്ത വെയിൽ, ഒരു 39-40 ഡിഗ്രി ചൂടിൽ ഇങ്ങനെ സൂര്യൻ കത്തിയാടുന്ന സമയത്താണ് നിങ്ങൾ എന്റെ വാക്കുകൾ കേൾക്കുന്നത് എനിക്കറിയാം. ഈ കല്യാശ്ശേരി മണ്ഡലത്തിൽ എത്തുമ്പോൾ ഈ ചെറുപ്പക്കാരനായ ചുറയൂർക്കുള്ള ചെറുപ്പക്കാരനായ MLA കാണുമ്പോൾ ഉള്ളൊരു മറ്റൊരു സന്തോഷം കൂടി എനിക്കുണ്ട്. ഇതൊരു സന്തോഷം. വേറെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EK നായനാർ എന്ന് പറഞ്ഞാൽ കല്യാശ്ശേരിയാണ്. അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒരു രഹസ്യം, എനിക്ക് 65 വയസ്സ് പ്രായമായി കേട്ടോ. അപ്പോ ഞാനും നായനാരുടെ സഖാവും ഒരേ ടെലിവിഷൻ ചാനലിലെ അവതാരകരായിരുന്നു. ഇവിടെ ഞെട്ടരുത്. അദ്ദേഹത്തിന്റെ ഒരു പന്തി, ഒരു പ്രോഗ്രാം ഏഷ്യാനെറ്റിൽ ആദ്യകാലത്തുണ്ടായിരുന്നു. അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ മുഖ്യമന്ത്രിയോട് ചോദിക്കാം എന്നായിരുന്നു. അദ്ദേഹത്തിന് മറുപടി പറയാം. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ രീതി നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിനാണ് അപൂർവമായ ഒരു ലൈസൻസ് കേരളത്തിൽ കിട്ടിയിട്ടുള്ളത്. ആരെന്തും പറയാം, ആരും ഒന്നും ചോദിക്കത്തില്ല. കാരണം ഒരിക്കലും തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബില് അദ്ദേഹത്തോട് അസുഖകരമായ ഒരു ചോദ്യം മലയാള മനോട് പ്രതിനിധിയായ ജോൺ മുണ്ടക്കായും ചോദിച്ചു. ഉടനെ അദ്ദേഹം ചോദിച്ചു, നീ ഏതാ കടലാസ് എന്ന് ചോദിച്ചു.
അപ്പൊ അദ്ദേഹത്തിന് അറിയാം ഇരിക്കുന്ന ജോൺ മുണ്ടക്കയാണ്. എന്നാലും അദ്ദേഹം കളിയാക്കാൻ വേണ്ടി ചോദിച്ചു, നീ ഏതാ കടലാസ്? അപ്പൊ മുണ്ടക്ക ഒന്ന് പറഞ്ഞില്ല. പറയടേ നീ കടലാസ് ഏതാ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു മനോരമ. മനോരമ നിനക്ക് ഇത്രയും കൂലി എഴുതാൻ കാശ് തരുമോ എന്ന് നായനാർ എന്ന് ചോദിച്ചു. അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഒരിക്കലേ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയും കൂടെ പങ്കിട്ടിട്ട് ഞാൻ ഈ കാര്യത്തിലേക്ക് വരാം. ആലുവ പാലസിൽ ഞാനൊരു കാര്യമായിട്ട് ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയായ നായനാർ എന്നവിടെ ഉണ്ട്. അന്ന് എന്തോ ഒരു കാരണം വെച്ച് അന്ന് ചെന്ന് കാണാൻ ചെന്ന പത്രക്കാരെ മൊത്തം ചീത്ത വിളിച്ചു. അപ്പൊ തെറിയിട്ട് പല പത്രക്കാരും ചെന്ന സ്പീഡിന്റെ ഇരട്ടി വേഗത്തിൽ തിരിച്ചിറങ്ങി വരുന്നത് നമ്മൾ കാണുന്നു. കുറെ പേര് ഇംഗ്ലീഷ് പത്രത്തിന് ഇംഗ്ലീഷിൽ തെറി കിട്ടി, മലയാള പത്രത്തിന് മലയാളത്തിൽ തെറി കിട്ടി. അപ്പൊ ഇറങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞു ഇനി ആ വഴിക്ക് പോകണ്ട, ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കെല്ലാം ചിരിയാണ്. കാര്യം നായനാർ ചീത്ത പറഞ്ഞ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയ ഒരു ഇഫക്റ്റ് അവർക്ക്. എല്ലാ തെറിയും കേട്ട് ഇറങ്ങി വരികയാണ്. അപ്പൊ എന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വാര്യര് പറഞ്ഞു, നിങ്ങളൊന്ന് ചെന്നാൽ ചിലപ്പോൾ നിങ്ങളോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ മൂടൊന്ന് മാറും. അയ്യോ ബാക്കി തെറി ഞാൻ കേൾക്കാൻ ഞാൻ ഇല്ല, ആ വഴിക്കില്ല, എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല സുഖത്ത് നിൽക്കാന്ന് പറഞ്ഞു. അല്ല പറഞ്ഞു നിങ്ങളൊന്ന് ചെല്ലേ നോക്കാം. ഞാൻ ഒറ്റ തെറിയിലേ അവിടെ നിൽക്കും, ആദ്യത്തെ തെറി കേട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോരുന്നു. അത് മതി, വാര്യരിനെ തള്ളി മുറിക്കകത്തോട്ട് വിട്ടു. ഞാനവിടെ ചെന്നു, വാടോ ഇവിടെ ഇന്നലെ ഉണ്ടല്ലോ ഞാൻ പാലായി ചെന്നപ്പോ അവിടെ എന്റെ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ ടി വിയിൽ തന്റെ പരിപാടി വന്നു. എവിടെ ചെന്നാലും തന്റെ പരിപാടി കഴിഞ്ഞാൽ എന്റെ പരിപാടി, അതല്ലേ എന്റെ പരിപാടി കഴിഞ്ഞാൽ തന്റെ പരിപാടി. പുള്ളി പെട്ടെന്ന് ടി വി ആങ്കറായി മാറി. ടെലിവിഷനെ കുറിച്ച് പറഞ്ഞത് മുഖ്യമന്ത്രിയാണെന്നുള്ളത് അദ്ദേഹം മറന്നു പോകുമായിരുന്നു. മാത്രമല്ല അത് ഏറ്റവും ആസ്വദിച്ച് ചെയ്ത, ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രിക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ടെലിവിഷൻ പരിപാടി. അന്ന് ഏഷ്യാനെറ്റിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും ഗുണം ചെയ്ത പരിപാടികളിൽ ഒന്നായിരുന്നു ഇ കെ നായനാർ അവതരിപ്പിച്ച മുഖ്യമന്ത്രിയോട് ചോദിക്കാം. അത് ശാരദ ടീച്ചറോടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണ് ഞാൻ. മോർണിംഗ് ഷോയിലും ഏഷ്യാനെറ്റ് മോർണിംഗ് ഷോയിലും ഒക്കെ വരും. മാത്രമല്ല ശാരദ ടീച്ചർ ഞാൻ ഇടയ്ക്ക് ലൈവിൽ പറഞ്ഞു, കല്യാശ്ശേരിയിൽ വീട്ടിലൊക്കെ ഇരുന്ന് ടീച്ചറെ ഓർക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എപ്പോഴും നായനാർ സഖാവ് നമ്മുടെ മനസ്സിലുണ്ട്. കാരണം എനിക്ക് നായനാർ സഖാവിന്റെ ഒരു ചെറിയൊരു അംശം ജനങ്ങൾ അനുഭവിച്ചു തന്നിട്ടുണ്ട്. അതായത് ഈ ടെലിവിഷൻ സ്ക്രീനിൽ ഞാൻ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞാലും ജനങ്ങളത് ഗൗരവമായിട്ട് എടുക്കാറില്ല. അത് നായനാർ കിട്ടിയ ലൈസൻസിന്റെ ഒരു മൂല എനിക്ക് എവിടെയോ കിട്ടിയിട്ടുണ്ട്. അത് ആ മൂല ഉപയോഗിച്ച് ഞാൻ ചിലപ്പം മൂലയൊക്കെ പറഞ്ഞ് അപ്പുറം പോകും. അപ്പൊ എന്തായാലും ജനങ്ങൾക്ക് എന്നോടുള്ള ഒരു സ്നേഹമാണ് ഈ വഴി ഈ 14 ജില്ലകളിലും എനിക്ക് മനസ്സിലായത്. പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ, അമ്മമാരുടെ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അമ്മമാരുടെ കണ്ണീര് ഒരിക്കലും ഈ മണ്ണിൽ ഇറ്റി വീഴാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അപ്പൊ ഇങ്ങനെ ഒരു പര്യടനം നടത്താൻ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു ദിവസം ഞാൻ രാവിലെ മോർണിംഗ് ഷോ നിങ്ങൾക്കറിയാം 7 മണിക്ക് ഒരു ചായക്കപ്പൊക്കെ പിടിച്ച് മുണ്ടുമൊക്കെ കൊടുത്ത് നല്ല സുസ്മേര വദനായിട്ട് വന്ന് നല്ല കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞ് അവരെ ഒന്ന് നേരെയാക്കി കളയാം. അപ്പൊ അടുക്കളയിലേക്ക് അമ്മമാർക്കൊക്കെ ഒരു ആവേശം പകരാമെന്ന് വന്നപ്പോ ഒരു കൊലപാതകം വന്നു. ഇന്ന് നെഗറ്റീവ് വാർത്തകളൊന്നും വായിക്കെല്ലാം തീരുമാനിച്ചു വന്നതാണ്. 1 വായിച്ച് 2 വായിച്ചു 3 വായിച്ചു 10 വായിച്ചപ്പോഴത്തേന് ഞാൻ ക്ഷീണിച്ചു. അത് തന്നെ പെറ്റ അമ്മയുടെ ചങ്കിൽ കത്തി കയറ്റി, അതുപോലെ തന്നെ ഉറങ്ങിക്കിടന്ന അമ്മയുടെ കഴുത്തിന് പിടിച്ചു. ഇങ്ങനെ പല നമുക്ക് കേൾക്കാൻ അറയ്ക്കുന്ന കാര്യങ്ങളാണ്. അന്ന് 7 മണിക്കും 9 മണിക്കും ഇടയിൽ 2 മണിക്കൂറിനിടയിൽ 14 കൊലപാതകങ്ങൾ ഞാൻ വായിച്ചു തീർത്തു. ഞാനും ഒരു സാധാരണ മനുഷ്യനാണ്. ടെലിവിഷനിൽ ഇറങ്ങിയത് കൊണ്ട് എന്റെ വികാര വായ്പകൾക്ക് മാറ്റം ഉണ്ടാകില്ല. അപ്പൊ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളായ ആഷ്മിയോടും ഒക്കെ ചോദിക്കുകയായിരുന്നു, ഇത്രമാത്രം കൊലപാതകങ്ങൾ കേരളം പോലെ ഈ കൊച്ചു നാട്ടിൽ വളരാൻ എന്തായിരിക്കും കാരണം? അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, പോലീസിന്റെ കണക്കനുസരിച്ച് 2 മാസങ്ങൾക്കുള്ളിൽ 70 കൊലപാതകം നടന്നപ്പോൾ അതിൽ 30 കൊലപാതകങ്ങൾക്കും കാരണം MDMA കഴിച്ചതാണ്. MDMA ലഹരി പൂണ്ടവനാണ് കൊലപ്പെടുത്തിയത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ വർഷം പിറന്നത് ആഷ്മി എപ്പോഴും പറയും, അതായത് തൃശ്ശൂരില് 2 കുട്ടികൾ ചേർന്ന് ഒരു പ്രായമുള്ള ഒരാളിനെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് പുതുവർഷം പിറന്നത്. അപ്പൊ ഈ പുതുവർഷം പിറന്ന ദിവസം ഞാൻ തന്നെ അത് ആദ്യം വായിച്ചു. കാരണം ഈ പട്ടാപ്പകലും പാതിരാത്രി നടക്കുന്ന കാര്യങ്ങളെല്ലാം പിറ്റേന്ന് രാവിലെ നമ്മൾ വായിക്കുക, പ്രത്യേകിച്ച് പാതിരാക്കി നടക്കുന്ന കാര്യങ്ങൾ. അതായത് തൃശ്ശൂരിൽ റോഡിൽ കിടന്നൊരു മനുഷ്യമായിട്ട് കല്ലെടുത്തിരിച്ച് ഇവന്മാർക്ക് കൊന്നുകളഞ്ഞത്. കാര്യം അവർക്ക് ഈ MDMA എന്ന് പറഞ്ഞ ഈ പാഷാണം കഴിച്ചു കഴിഞ്ഞാലേ നമ്മളെതിരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് ചിരിച്ചാൽ മതി. ചിരിച്ചു കഴിഞ്ഞാൽ അവൻ മിക്കവാറും കല്ലെടുത്ത് നമ്മുടെ തലക്കിടിക്കും, അല്ലെങ്കിൽ കയ്യിൽ കത്തി ഉണ്ടെങ്കിൽ പള്ളക്ക് കയറ്റും. കാര്യം എല്ലാവരും ശത്രുക്കളാണ്. അപ്പൊ നമ്മൾ ഈ കൊലപാതകത്തിന്റെ പരമ്പര ഇങ്ങനെ കേരളത്തിൽ നടക്കുന്നു, കേരളത്തിന്റെ ക്രമസമാധാന നില തകരുന്നു. അപ്പൊ ഞാൻ ആ സമയത്ത് 40 കൊല്ലമൊക്കെ ഈ പരിപാടിയായിട്ട് നടന്ന നമ്മുടെ തലയിലെടുത്തതാണല്ലോ, എല്ലാ ദിവസവും കൊലപാതകം വായിച്ചു തീർക്കുകയാണല്ലോ എന്നോർത്തപ്പോഴാണ് എവിടെയോ എനിക്കൊരു മിന്നൽ പിണർ പോലെ എന്റെ തലച്ചോറിൽ പറഞ്ഞു. ഒരു ആഘോഷത്തിനും അനുകൂലിക്കുന്ന ഒരാളല്ല ഞാൻ. ആഘോഷങ്ങളൊന്നും പ്രസക്തിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അധ്വാനിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊരു പറ്റിയൊരു സമയമായിട്ട് തന്നെ ഒരു യാത്ര നടത്താം. പക്ഷേ യാത്ര നടത്താൻ ഇറങ്ങുമ്പോൾ ആഷ്മി, ഞാനും വിജയകുമാറും പ്രജൻസി കണ്ണനും ഒക്കെ അടങ്ങുന്ന വലിയൊരു സംഘം, ഒരു വൈസ് പ്രസിഡന്റ് നമ്മളെ നയിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ കരുതിയത് ഇത് കേരളത്തിലെ ഏതോ ഓണംകേറാമുലയിൽ അല്ലെങ്കിൽ നഗരത്തിന്റെ ഏതോ ഓരങ്ങളിൽ എവിടെയൊക്കെ ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളാണ് ഈ കൊലപാതകങ്ങൾ എന്നാണ്. എന്നാൽ ഈ 13ാമത്തെ ജില്ലയിൽ നിൽക്കുമ്പോൾ എന്റെ ചങ്കിൽ കൈവച്ച് ഞാൻ നിങ്ങളോട് പറയും, കേരളത്തിലെ ഒരു പഞ്ചായത്ത് പോലും, ഒരു വാർഡ് പോലും ഈ ലഹരി മുക്തമല്ല. അതും കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള MDMA. അപ്പൊ MDMA എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര നിസ്സാരനായി കാണരുത്.
അത് MDMA കഴിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവൻ അപ്പം പോകും മിക്കവാറും. താമരശ്ശേരിയിൽ ഒരു MDMAയുടെ കവർ എടുത്തെടുത്ത് വിഴുങ്ങി പോലീസുകാരെ കണ്ട് പേടിച്ചിട്ട് വാമാശയത്ത് കിടന്നത് പൊട്ടി അവൻ ചത്തുപോയി. 2 ദിവസം കഴിഞ്ഞ് വേറൊരുത്തനും ഇതുപോലെ വിഴുങ്ങി. അവന്റെ ആയുസ് ബലം കൂടുതൽ, അവൻ ചത്തില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഒരു കവർ ആമാശയത്തിൽ നിന്ന് പൊട്ടിയാൽ അവന്റെ ജീവൻ എടുക്കുമെന്നുണ്ടെങ്കിൽ എത്രമാത്രം അപകടകരമാണ്. നിങ്ങൾ മനോരോഗികളെ കണ്ടിട്ടുണ്ടാകും, ഭ്രാന്ത് പിടിച്ചവര്. ഈ മനോരോഗികളെക്കാളും മോശപ്പെട്ട അവസ്ഥയായിരിക്കും MDMA കഴിച്ച ആളിന്. കാരണം മനസ്സും തലച്ചോറും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടും. മാത്രമല്ല നമ്മുടെ കമ്പ്യൂട്ടർ പോലെ വർക്ക് ചെയ്യുന്ന തലച്ചോറ് പെട്ടെന്ന് താറുമാറായി പോകും, പല്ലുകളൊക്കെ ദ്രവിച്ചു തുടങ്ങും. 7 കൊല്ലമാണ് പരമാവധി ആയുസ്. നിങ്ങൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചോളൂ, 7 കൊല്ലം ആകുമ്പോഴത്തേക്കും തീർന്നു കിട്ടും. അതേസമയം ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് 95 കൊല്ലം വരെ മനുഷ്യർക്കൂടെ താമസിക്കാം, ജീവിക്കാം, ഒരു ക്വാളിറ്റി ജീവിതം. ആഷ്മി പറഞ്ഞില്ലേ, ഞങ്ങൾ വയനാട് പോയപ്പോ വയനാടിലെ വനപ്രദേശത്തിന്റെ ഊടുവഴികളുടെ 7-8 ഊടുവഴികളിലൂടെ കർണാടക സംസ്ഥാനത്ത് നിന്ന് ഒരുപാട് മലയാളികൾ ഈ രാസലഹരി കേരളത്തിലേക്ക് കടത്തുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ലഹരി നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞു. കുട്ടികൾ സ്കൂളിൽ എത്തുമ്പോൾ കൂൾ എന്ന് പറയുന്ന മിഠായി ഉണ്ട്, ചോക്ലേറ്റ് എന്ന് പറയുന്ന മിഠായി ഉണ്ട്. ഈ മിഠായിയിലൊക്കെ ലഹരി കലർത്തി അപരിചിതരായ ആളുകൾ കുട്ടികൾക്ക് നിർബന്ധം കൊടുക്കുകയാണ്. നമുക്കറിയേണ്ട കാര്യം, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ, അതായത് 9 വയസ്സ് പ്രായമുള്ളവൻ MDMA കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂ. മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള MDMA കിട്ടുന്നില്ലെന്ന് പരാതി പറയുന്ന കുട്ടികളെ നമ്മൾ കാണുന്നു. വയനാട് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു MDMA വിൽപ്പനക്കാരനെ പരിചയപ്പെട്ടപ്പോൾ അവൻ നമ്മൾ രഹസ്യമായിട്ട് പറയുന്നു, 1 മണിക്കൂറോടെ നിൽക്കാൻ ഉഗ്രം സാധനം ഞങ്ങൾ ഇപ്പൊ എത്തിച്ചേരാന്ന് പറയുന്നു. കാര്യം അത്ര കൂടുതൽ ആത്മവിശ്വാസത്തോടെ അവർ സംസാരിക്കുന്നു. അമ്മമാർക്ക് ഏറ്റവും കണ്ണീരാകുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ചിലരിപ്പം നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ വിചാരിക്കും എന്റെ മക്കൾ ഇങ്ങനെയൊക്കെയുള്ള ലഹരിക്കൊന്നും അടിപ്പെടത്തില്ല, അവർ മര്യാദരാമന്മാരും സദാചാര ബോധമുള്ളവരും ഒക്കെയാണ്, നല്ല പിള്ളേരാണ്, നന്നായിട്ട് വളർത്തിയവരാണെന്നൊക്കെ പറയും. തെറ്റി. തൊട്ടടുത്ത വീട്ടിലോ 2 വീട് അപ്പുറമോ ഒരുത്തൻ MDMAക്ക് അഡിക്റ്റ് ആണെങ്കിൽ നട്ടപ്പാതിരാക്കി അവനൊരു ദുർബുദ്ധി തോന്നിയാൽ മതി, കൊലക്കത്തിയും എടുത്തവൻ വാതിൽ ചവിട്ടിപ്പിടിച്ച് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറും, നമ്മളെ കുത്തി വളർത്താൻ വേണ്ടി. അങ്ങനെ കേരളത്തിൽ എത്ര കൊലപാതകമാണ് അരങ്ങേറിയിരിക്കുന്നത്. വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളുടെ സ്കൂൾ ബാഗ് പരിശോധിക്കണം. അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചോറിൽ കയ്യിലെടുത്തോണം. നിങ്ങൾ അധ്യാപകർ എന്ന് ചോറിൽ താഴ്ത്തി വെച്ചോ, അന്ന് ഈ നാടിന്റെ അപജയം തുടങ്ങിയെന്ന് ഞാൻ പറയും. ഞാനൊരു മാഷായിരുന്നു. തൃശ്ശൂരിലെ കേളർമ എന്നൊരു കോളേജ് കുറച്ചു കാലം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മാഷന്മാര് ഒരിക്കലും ശത്രുത വെച്ച് കുട്ടികളോട് പെരുമാറില്ല എന്ന് ഉറപ്പാണ് എനിക്ക്. ഏതെങ്കിലും ഒറ്റയ്ക്കോ തെറ്റോ അധ്യാപകർ ഉണ്ടാകാം, പക്ഷെ അധ്യാപകർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അതൊരു ജോലിയല്ല, അതൊരു സേവനമാണ്. അവർ ചോറിൽ കയ്യിലെടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞത് അടിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല. കാരണം അവരുടെ ശാസനാരൂപത്തിലുള്ള ഇടപെടലുകൾ ഈ നാട്ടിൽ ആവശ്യമായി വന്നിരിക്കുന്നു. ഒരു പിതാവും ഒരമ്മയും തന്റെ കുട്ടിയെ അധ്യാപകരൊന്ന് തോണ്ടി അതല്ലെങ്കിൽ ഒന്ന് താടിക്ക് പിടിച്ചു എന്നതിന്റെ പേരിൽ സ്കൂളുകളിൽ പോയി പരാതി പറയരുത്. സ്കൂൾ ഹെഡ്മാസ്റ്ററും സ്കൂൾ അധ്യാപകരും ഇനി കുറച്ചു കാലം ഉറങ്ങരുതെന്നാണ് എന്റെ അഭിപ്രായം. കണ്ണിൽ എണ്ണയൊഴിച്ച് നിങ്ങൾ നിൽക്കണം. വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന അമ്മയ്ക്ക് കുട്ടി മടങ്ങി വരുമ്പോൾ MDMAക്ക് അഡിക്റ്റായി ഇവൻ കൊലക്കത്തിയുമായി മടങ്ങി വരില്ല എന്നവർക്ക് ഉറപ്പുവരുത്താൻ കഴിയണം. ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ കുറച്ച് താമസിച്ചു പോയി നമ്മൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത്, ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ഭാഗം 2 ഭാഗം ഉണ്ടാകും. ഒരു ഭാഗം ജനങ്ങൾക്കെല്ലാം കാണിക്കാവുന്ന ഭാഗം, രണ്ടാമത്തെ ഭാഗം ഈ മാരകമായ പാഷാണ ലഹരികൾ കേരളത്തിൽ വിതരണം ചെയ്യുന്നവൻ ആരൊക്കെ, അവന്റെ ഉറവിടങ്ങൾ എവിടെയാണ്, അവനെ സഹായിക്കുന്ന പൊതുപ്രവർത്തകർ ആരാണ് ഇതുകൊണ്ട് തച്ച് വളർന്ന് ആകാശമുട്ട രമ്യകർമ്മികൾ വെച്ച് കേരളത്തിൽ പണക്കാരായി വിലസി നടക്കുന്നത്. ഇവന്റെയൊക്കെ ഈ പൊന്നാപുരം കോട്ടകളിൽ നമ്മുടെ പോലീസിനെ എങ്ങനെ അയക്കണം എന്ന് വരെയുള്ള ഒരുപക്ഷെ ഇവന്റെയൊക്കെ കളർ ചിത്രങ്ങൾ സഹിതം നമ്മൾ കൊടുക്കും. കാരണം എന്താ പറയുക, അത്ര വലിയ മഹാപാതകമാണ് ഇവർ ചെയ്യുന്നത്. നമ്മൾ വയനാട്ടിൽ കണ്ട MDMA വിൽപ്പനക്കാരനോട് ഈ പരിപാടി നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ, എനിക്ക് 3 പെൺകുട്ടികളാ, കുറച്ച് പൈസയും കൂടെ ഉണ്ടാക്കി നിർത്തിയേക്കാം, അവന്റെ പെൺകുട്ടികൾ കുഴപ്പമില്ലാതെ നാട്ടിലുള്ള പെൺകുട്ടികൾ തടഞ്ഞോടുന്നു. നിങ്ങൾക്കറിയുമോ, 600 കേസ് പോലീസ് എടുത്തപ്പോ അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, അതിൽ 17% പെൺകുട്ടികളാണ്. അത് ചെറിയ കുട്ടികൾ പോലും, കൊച്ചു കുട്ടികളെയാണ് ഇതിൽ വശത്താക്കുന്നത്. മാത്രമല്ല നിങ്ങൾക്കറിയേണ്ട ഒരു കാര്യം, ഒരു മനോരോഗം ഒരാൾക്ക് ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരീരവ്യവസ്ഥയുടെ ഒരു അവസ്ഥയാണത്. നമ്മുടെ തീരുമാനമല്ല ഈ മനോരോഗം നമുക്ക് വരുന്നത്, ഏതൊരു ജീൻ ഫാക്ടർ നമ്മൾ പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഇതങ്ങനെയല്ല, നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ്. ഈ സാധനം കഴിച്ചുകൊണ്ട് നമ്മൾ മനോരോഗത്തിന്റെ ആലയത്തിലേക്ക് നടന്നു കയറാൻ തീരുമാനിച്ച്, ഞാൻ ഈ വരുന്ന വഴിക്ക് നമ്മുടെ യാത്രക്കിടയിൽ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോയി ഒരു കുട്ടിയെ കണ്ടു. ഒരു 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ. കണ്ടാൽ നമുക്ക് എത്ര സുമുഖനാണെന്നറിയാം ചെറുപ്പക്കാരൻ. അവർ എല്ലുന്തി കവളൊട്ടി ആകൃതിയൊക്കെ ഷേപ്പൊക്കെ മാറി കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി വന്ന് വല്ലാത്ത ആകുല ചിന്തകളുമായി ഇരിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ, ഇവനാണ് കേരളത്തിലേക്ക് MDMA കൊണ്ടുവന്ന വിൽപ്പനക്കാരന്റെ ഇറ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്തരം ഇരകൾ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാകും. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പബ്ലിക് സ്ഥലങ്ങള്, തിയേറ്ററുകള്, ബസ് സ്റ്റാൻഡുകൾ, ഇവിടെയൊക്കെ കാത്തു നിൽക്കുന്ന പല ചെറുപ്പക്കാരും MDMAക്ക് അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ സ്വൈര ജീവിതം അപകടത്തിലാകും. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ കല്യാശ്ശേരിയിൽ ഈ പറയുന്ന
ഈ ചെറുതാഴം നിങ്ങൾ വലുതാക്കി തന്നെ ചെറുതാഴത്തെ കൊണ്ടു നടക്കണം. ഈ ചെറുതാഴത്ത് ചെറുപ്പക്കാരുടെ സംഘടനകൾ ഒരു കാരണവശാലും അപരിചിതരെ ഇങ്ങോട്ട് അടുപ്പിക്കരുത്. ഏകരി വസ്തുക്കളുമായി കടന്നു വരുന്നതിനോട് ഒരു ദാക്ഷിണ്യവും പാടില്ല. കാരുണ്യരഹിതമായ നിലപാടുകൾ എടുത്ത് അപ്പോഴേ കയ്യാമം വയ്ക്കണം. ജനങ്ങൾക്കൊരു പ്രത്യേക റൈറ്റ് ഉണ്ട്, ഞാൻ അതുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതായത് ഏതെങ്കിലും വൃത്തികെട്ട രീതിയിൽ ആളുകൾ പെരുമാറുന്നുവെങ്കിൽ, ലഹരി വിൽപ്പന നടത്തുന്നെങ്കിൽ, രാസലഹരി ജനങ്ങളിലേക്ക് എത്തിക്കുന്നുവെങ്കിൽ അവരെ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിക്കാനുള്ള എല്ലാ അധികാരവും ജനങ്ങളിൽ നിക്ഷിപ്തമാണ്. അതേസമയം നിങ്ങൾ അവരെ കൈകാര്യം ചെയ്തത് കയ്യാങ്കളിയെ പാടില്ല. അത് പോലീസിൽ മാത്രമേ കഴിയൂ. എൻഫോഴ്സ്മെന്റ് നടന്ന പോലീസിനെ മാത്രമേ അത് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ തടഞ്ഞേ പറ്റൂ. നിങ്ങൾ കുറച്ചു കാലം ഉറങ്ങാതിരുന്നാലും വേണ്ടില്ല, അല്ലെങ്കിൽ എന്നേക്കുമായി നിങ്ങൾ ഉറങ്ങാതിരിക്കും. നമുക്ക് സുഖകരമായി നമ്മുടെ വീടുകളിൽ കിടന്ന് ഉറങ്ങണമെങ്കിൽ ഈ രാസലഹരി കേരളത്തിൽ വിൽക്കുന്ന എല്ലാവരെയും തുറുങ്കിലടയ്ക്കാൻ കഴിയണം. അതേപോലെ ഇവന്റെയൊക്കെ ഉറവിടങ്ങൾ കേരളത്തിലല്ല, കർണാടകവും അതുപോലുള്ള സംസ്ഥാനങ്ങളിൽ പോയി അവന്റെ ഉറവിടങ്ങൾ തകർക്കാൻ കഴിയുന്ന ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമുക്കിടയിലുണ്ട്. അവർക്ക് നല്ല സ്വാതന്ത്ര്യം ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പൊതുപ്രവർത്തകർ ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല. ഏത് സ്ഥലത്തേക്കും റെയ്ഡുമായി കടന്നു ചെല്ലാൻ ഇപ്പോൾ എക്സൈസുകാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പരമാവധി റെയ്ഡുകൾ കേരളത്തിൽ നടക്കുന്നു. അതൊക്കെ നല്ലൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ അല്പം താമസിച്ചു പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് തകർത്തെറിയേണ്ട സാമ്രാജ്യങ്ങൾ കുറച്ച് കൂടുതലായി ബാക്കി നിൽക്കുകയാണ്. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ കോഴിക്കോട് 1,00,000 ആൾക്കാരുടെ സാന്നിധ്യത്തിൽ അറബിക്കടൽ ഇരമ്പിയാർത്ത് വരുമ്പോൾ അതിനേക്കാളും ശക്തിയിൽ ഒറ്റ ശ്വാസം നമ്മൾ വിളിച്ചു പറയും, അവസാനത്തെ MDMA വിൽപ്പനക്കാരനായ നരാധമനും കേരളം വിട്ടുപോകുന്നവർ നമ്മൾ വിശ്രമിക്കില്ല. ഇനി പണം ആർത്തിമൂത്ത് പട്ടായി എന്ന് പറയുന്ന കുറെ ആളുകൾ അവർക്ക് പണം സമ്പാദിക്കാൻ വേണ്ടി ഇത്തരം രാസലഹരികൾ വെക്കാൻ ഈ കൊച്ചുനാട്ടിൽ അനുവദിക്കില്ലെന്ന് നമ്മൾ ഒരേ ശ്വാസത്തിൽ പറയണം. നമുക്കറിയാം, കോവിഡിനെ നമ്മൾ തകർത്തവരാണ്. നമ്മൾ പ്രളയം തകർന്നു പോയൊരു നാടിനെ കൈത്താങ്ങുകൊണ്ട് മാത്രം സംരക്ഷിച്ചെടുത്ത സംസ്ഥാനമാണിത്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടായി വളരെ കരുത്തോടെ ഒരു ആവേശത്തിൽ നിങ്ങൾക്കന്ന് കോഴിക്കോട് വരെ വരാൻ നിങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ പറയരുത്. കാരണം എന്താണെന്നറിയാമോ, എനിക്കെന്ന് കല്യാണമുണ്ട്. എന്റെ മകളുടെ അമ്മായിപ്പന്റെ രണ്ടാമത്തെ അച്ഛന്റെ കല്യാണം നടക്കാൻ നിങ്ങൾ ഒരിക്കലും പറയരുത്. കാര്യം ഈ കല്യാണമൊക്കെ ഈ നാട്ടിൽ നടക്കണമെങ്കിൽ സ്വൈര ജീവിതം ഉണ്ടാകണം, സമാധാനപൂർണമായ ഒരു ജീവിതം ഉണ്ടാകണം. ഈ നാട്ടിൽ പരസ്പരം സ്നേഹിക്കുകയും സമ്മതിക്കുകയും സംസാരിക്കുന്ന ഒരു ജനതയുടെ സമാധാനത്തിന്റെ നാരായ പേര് അറുത്തു വീഴ്ത്താനാണ് ഈ നരാധമർ നടക്കുന്നതെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ കോഴിക്കോടേക്ക് വരണം. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ MLA ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ആകാശം മുട്ടെ വിളിച്ചു പറയണം, ഇനി ഒരുവനും നമ്മുടെ ഈ കേരളത്തിന്റെ മണ്ണിൽ രാസലഹരി വിൽപ്പനക്കാരൻ വേരി പിടിക്കരുത്. അവസാനത്തെ വിൽപ്പനക്കാരനെ നമ്മൾ കെട്ടുകെട്ടിക്കും. അവന്റെ പൊന്നാപുരം കോട്ട നമ്മൾ ബോംബിട്ട് തകർത്തു കളയും എന്ന് നമ്മൾ ഒറ്റ ശബ്ദത്തിൽ പറയും. ബോംബിടുന്നതിനകത്ത് ചെറിയ പൊട്ടാസ് വെച്ചാലും മതി. കാര്യം നമ്മൾ ബോംബെന്ന് പറഞ്ഞ ചിലപ്പോൾ ആക്രമണത്തിന് പ്രേരിപ്പിച്ചു എന്നാളുകൾ പറയും. നമുക്ക് ചെറിയ പൊട്ടാസ് മതി. നിങ്ങൾ എല്ലാവരും കോഴിക്കോടേക്ക് വരണം. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പൊ 40 ഡിഗ്രി 41 ഡിഗ്രി ചൂടുണ്ട്. ഞാൻ MLA യോട് പറയായിരുന്നു, ഇവർക്കൊക്കെ ആണെങ്കിൽ ഈ പദയാത്രയൊക്കെ നടത്തി നല്ല പരിചയമാണ്. അപ്പോ ഈ 41 ഡിഗ്രി ചൂടിൽ ഞാൻ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിച്ചു, AC മുറിയിൽ നിന്ന് വാർത്ത വായിക്കുന്ന എത്രയോ സുഖമാണ് എന്ന് ഞാൻ ആലോചിക്കാതെ ഇരുന്നില്ല. കാര്യം ഇത് വെയിലെന്ന് പറഞ്ഞാൽ എന്നാ വെയിലാണെന്നറിയോ? എന്തൊരു വെയിലപ്പാ. ആഷ്മി ഇടയ്ക്കിടയ്ക്ക് വെയിലപ്പാ എന്ന് പറഞ്ഞിട്ട് പുറകോട്ട് പോകുന്ന കാണാമായിരുന്നു. പക്ഷെ ആഷ്മിയൊക്കെ ശക്തനാണെന്ന് എനിക്ക് മനസ്സിലായി. ഉള്ളുകൊണ്ട് മാത്രമല്ല എല്ലുറപ്പുള്ള അവതാരകനാണെന്ന് തെളിയിച്ചു. പ്രജൻസി കണ്ടാൻ വേണ്ടി പാട്ടുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും വെയിൽ വന്നാലും. അങ്ങനെ ഒരു ഗുണമുണ്ട് വിളിക്കാൻ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും കോഴിക്കോടേക്ക് വരണം. കോഴിക്കോട് വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴേ കൈ പൊക്കിയേക്കണം. പിന്നെ അതിനകത്ത് ഒരു പിണക്കം ബാക്കി വേണ്ട. ഓക്കെ, അപ്പൊ മോള് വരുന്നുണ്ടോ കോഴിക്കോടേക്ക്? ഓക്കെ. അപ്പൊ എല്ലാവർക്കും നിങ്ങൾ ഈ ശരിക്കും ചെറുതല്ല ചെറുതാഴം എന്ന് പറയുന്ന ഈ നിങ്ങളുടെ മുദ്രാവാക്യം എനിക്ക് വളരെ ഇഷ്ടമായി. 24-ന്റെയും ഫ്ലവേഴ്സിന്റെയും എല്ലാ പിൻബലത്തിലുണ്ടാകും. മാത്രമല്ല 1.5 കോടി രൂപ മതി എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. മെമ്പർ തന്നെ പറഞ്ഞു, നമ്മുടെ രാധേച്ചി മെമ്പർ അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോ മെമ്പർ രാധേച്ചി നിങ്ങളൊരു പ്രായപ്പ. അപ്പൊ എന്തായാലും 24-ന്റെ എല്ലാ പിൻബലം അതിനുണ്ടാവും. 1.5 കോടി രൂപ നമ്മൾ പിരിച്ചിരിക്കും. ഓക്കെ. അപ്പൊ ഇനി കോഴിക്കോട്ടെ. ഗുഡ് ബൈ. താങ്ക് യു MLA, താങ്ക് യു പഞ്ചായത്ത് പ്രസിഡന്റ്, താങ്ക് യു മെമ്പർ. ഓക്കെ. രാധേച്ചിക്ക് എന്തായാലും ഇനി കുറച്ചു കാലം സുഖമായിട്ട് ജീവിക്കാം അല്ലേ? ഇനി മുതൽ നമ്മുടെ പഞ്ചായത്ത് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് ചായ കുടിക്കുന്ന ഈ കപ്പിലായിരിക്കും. ഓക്കെ. നീ മെമ്പർ രാധേച്ചി. ഓക്കെ. താങ്ക് യു.